കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച മാർച്ചും ധർണയും സംഘടിപ്പിക്കും. അനിയന്ത്രിതമായ വഴിയോര കച്ചവടം നിയന്ത്രണ വിധേയവും യൂണിറ്റ് നിയമവിധേയവുമാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നാളെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വഴിയോര കച്ചവടത്തിനെതിരായി ഒരു മാർച്ചും ധർണയും സംഘടിപ്പിക്കപ്പെടുകയാണ്. ആലപ്പുഴ ജില്ലയിലെയും മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഈ സമരം നാളെ രാവിലെ 10 മണിക്ക് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സമരം ഒരിക്കലും വഴിയോര കച്ചവടത്തിന് ഉപജീവനത്തിന് വേണ്ടി കച്ചവടം നടത്തുന്ന ആളുകൾക്കെതിരായിട്ടുള്ളൊരു സമരമല്ല, മറിച്ച് ഗവൺമെൻറ്റുകൾ നിഷ്കർഷിക്കുന്ന എല്ലാ ലൈസൻസുകളും എടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള നികുതികളും അടച്ചുകൊണ്ട് കടമുറികൾ വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരൻ്റെ മുന്നിലേക്ക് ഈ വഴിയോര കച്ചവടം എന്ന നിലയിൽ അതേ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വരുന്നതിനെതിരായിട്ടുള്ള ഒരു സമരമാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു നിയമം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് നടപ്പിലാക്കാത്തതിൽ വരുന്ന വീഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. കൃത്യമായ സോണുകൾ കണ്ടെത്തി വഴിയോര കച്ചവടം നടത്തുന്ന ആളുകളെ മാറ്റണം എന്ന ഒരു നിയമം തന്നെ നിലനിൽക്കുന്നു. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഈ കച്ചവടമായി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അനിയന്ത്രിതമായ വഴിയോര കച്ചവടം നിയന്ത്രിക്കുക, യൂണിറ്റ് നിയമവിധേയമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അതാത് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ഉപജീവനത്തിനു വേണ്ടി വഴിയരികിൽ കച്ചവടം നടത്തുന്നതിന് സംഘടന എതിരല്ല. എന്നാൽ സർക്കാരുകൾ നിഷ്കർഷിക്കുന്ന എല്ലാ ലൈസൻസുകളും എടുത്ത് കടമുറികൾ വാടകയ്ക്കെടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് പലപ്പോഴും ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. വ്യാപാരിയുടെ കടയുടെ മുൻപിലേക്ക് ഇത്തരത്തിലുള്ള യാതൊരു ചിലവുകളുമില്ലാതെ കച്ചവടത്തിനായി വരുന്നത് അംഗീകരിക്കാനാവില്ല എന്നും നേതാക്കൾ പറഞ്ഞു. ഇത്തരത്തിൽ കച്ചവടം നടത്തുന്നവരെ പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടേക്ക് മാറ്റി കച്ചവടം നടത്തുന്നതിനുള്ള സൗകര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രത്യേക സോണുകൾ കണ്ടെത്തി ഇവർക്കായി കച്ചവടത്തിന് സൗകര്യം നൽകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി എസ് ശരത്, ജില്ലാ പ്രസിഡന്റ് എ സമീർ, ജോയിന്റ് സെക്രട്ടറി KS ജോപ്പൻ, സംസ്ഥാന കമ്മിറ്റി അംഗം മണി മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.